guys and welcome back to my YouTube channel. സോ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് ഒരു ലോങ് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഉറക്കമൊക്കെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു ഐഡിയ തന്നെ വന്നത്, എന്തുകൊണ്ടൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൂടാ, അതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിക്കൂടാന്ന്. എന്തായാലും ഉറക്കമൊക്കെ എണീറ്റ് ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണി ആയതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അല്ലെങ്കിൽ ഈ പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങൾ ഇങ്ങനെ നല്ല അടിപൊളി മഴയായിരിക്കും. പക്രു, എന്തേലും പറയാനുണ്ടോ എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച്? ഒന്ന് പോയേടി, അവളുടെ ഒരു യൂട്യൂബ് ചാനല് മനുഷ്യൻ കിടക്കുമ്പോഴാ 2 പന്ത് എടുത്തോണ്ടാണ് വരുന്നത് കളിക്കാൻ. വീടിന്റെ അകത്തിരുന്നാലും വീടിന് പുറത്ത് പോയാലും നമുക്ക് സ്കിൻ കെയർ കമ്പൽസറി ആണ്. സോ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഈ മുടിയൊക്കെ ഒന്ന് ചീപ്പ് ഒതുക്കി കെട്ടിയിരിക്കണം. ചീപ്പ് കണ്ടുപിടിക്കുന്നതാണ് വേറൊരു ടാസ്ക്. ചീപ്പ് കിട്ടി ഗൈസ്. ഇനി ഇതുമായിട്ടൊരു യുദ്ധം തന്നെ ഇപ്പം നടക്കാറുണ്ട് ഗൈസ്. അപ്പം ആ യുദ്ധം നിങ്ങൾ കാണുന്നതിനേയും കാട്ടി നല്ലത് ഞാൻ പോസ് ചെയ്തിട്ട് മുടി ചീപ്പുന്നേ ആയിരിക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ്. അയ്യോ, ആ പരിപാടി കഴിഞ്ഞു. ഇനി ഈ 2 കൊമ്പുകൾ കണ്ടു. ഇത് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും വെറുതെ അങ്ങനെ പറ്റിച്ച് നിർത്തണ്ടല്ലോ. ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പൊക്കോളൂ. ഫേസ് വാഷ് നിന്നാണ് നമ്മളുടെ സ്കിൻ കെയറിന് തുടക്കം. കറൻ്റ്ലി ഞാനിപ്പോൾ ഫോക്സ്റ്റൈലിൻ്റെ ഈ 2 യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇപ്പം എന്തെങ്കിലും റിവ്യൂ കൊടുക്കുവാണെങ്കിൽ തന്നെ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിലേ ഞാനത് കൊടുക്കാറുള്ളൂ. കറൻ്റ്ലി ഞാൻ ഈ ഫേസ് വാഷാണ് ഇപ്പം ഒരു 2 വീക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാക്റ്റ് 2 വീക്സ്, 3 ഹവറായി. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാം. ആദ്യം മുഖത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് മുഖം കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് ഇതായിക്കോളല്ലോ. എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ മണം എൻ്റെ പൊന്നോ എന്തൊരു മണമാണ്. എന്തായാലും ഞാനത് ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും ഉടനെ. നല്ലൊരു ടവലെടുക്കുക, മുഖം അങ്ങോട്ട് വയ്ക്കുക, ഒപ്പി എടുക്കുക. ദ നെക്സ്റ്റ് ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു സാധനം, ഇത് ഒരു റിപ്പയറിങ് ക്രീം ആണ്. ആക്ച്വലി ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് തീർന്നതാ കണ്ടോ, തീർന്നു. അമ്മാതിരി ഉപയോഗമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം സ്കിൻ കെയർ കംപ്ലീറ്റ് അത് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് വെക്കണം. അങ്ങനെ വെച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ ഇതെല്ലാം എടുത്ത് പുറത്ത് കളയും. അതാണ് വേറൊരു സത്യം. അപ്പം ഇതൊക്കെ വെച്ചിട്ട് അപ്പം നമ്മുടെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സാം 22-ാം തീയതി തുടങ്ങുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് എന്തായാലും പഠിക്കണമല്ലോ. പഠിക്കാതിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോകുമ്പോൾ എന്താ ചെയ്യുക, അവിടെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അതെടുത്ത് കഴിക്കും. അപ്പം എന്തായാലും ഒരു 10 മിനിറ്റിന് പോകുന്ന ഞാൻ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, കുപ്പിക്കകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് പഠിക്കാനിരിക്കണം. അപ്പം വെള്ളം എടുത്തിട്ട് വരും. വെള്ളം എടുത്തു ഗൈസ്. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നും പറഞ്ഞ അടുക്കളയിലോട്ട് പോകണ്ട. കാരണം ഈ ഒരു കുപ്പി 1200 ml. ഒരു 12:30-1 മണി വരെ ഞാൻ ഇതിനകത്ത് ഓടിക്കോളും. ആ സമയമാകുമ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോവുകയും ചെയ്യും. അപ്പം ഇനി നമുക്ക് പഠിത്തത്തിലേക്ക് കടക്കാം. കമോൺ.
അങ്ങനെ നീണ്ട കുറച്ച് സമയത്തിന് ശേഷം ഒരു 2 മണി ആയിട്ടുണ്ട്. 2 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളവും തീർന്നു, അതേപോലെ ഫുഡ് കഴിക്കാനും ടൈം ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ നമുക്കിന്ന് ഓട്സിന്റെ പുട്ടാണ് ഗൈസ്. ഒരു സെറ്റ് വെള്ളം നിറയ്ക്കാം നമുക്ക്. ഡെലിവറി ഉണ്ട് ഗൈസ്. ആമസോണിലെ ചേട്ടൻ വിളിച്ചു. ആമസോൺ പാക്കറ്റ്. ഇത് ലെഗ് ചെയ്യുമ്പം കാലിടത്തില്ലേ, അത് ആ സാധനം. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കേർലി ഹെയറിന് പറ്റിയ കോമ്പാ ഇത്. സാധനം കറക്റ്റാ. കാരണം ഈ സാധനം ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കണം, എന്നാലേ അത് വിടർന്നിരിക്കത്തുള്ളൂ. ലെറ്റ് മീ ട്രൈ. ഈ സാധനമാണ് വന്നത്. ഈ ചീപ്പുമ്പോൾ കൊള്ളാം. ഹെയറൊന്നും ഊരി വരുന്നില്ല, കുഴപ്പമില്ല. മറ്റൊരു ചീപ്പിനകത്തൊക്കെ ചീപ്പുമ്പോൾ എൻ്റെ മുടി നല്ലപോലെ പൊട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കേർലി ഹെയറിന് പറ്റിയ ഒരു കോമ്പ് തപ്പി നടന്നത്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ദ പ്രോഡക്റ്റ്. ആൻഡ് ദിസ് സാധനം ഇസ് അടിപൊളി. കഴിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ചെന്നിരിക്കാം. അമ്മയുടെ ഡൗട്ട് വളരെ അടിപൊളി ഡൗട്ടാണ് അല്ലേ? മണ്ണരയ്ക്ക് ശ്വാസം മുട്ടുവോ എന്നാണ്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. 5 മണിയായി ഗൈസ്. ഉറങ്ങാൻ കിടന്നെയാണ് ഗൈസ്. അപ്പോഴാണ് കോള് വന്നത്, റെഡിയാവൂ വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരാം. മഴയില്ല, പക്ഷെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. റെയിൻ കോട്ട് ഇടുന്നതായിരിക്കുമല്ലേ സേഫ്. അവിടുന്ന് നേരെ പോയത് സിജോ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ഷൂട്ടിന്റെ ഇടയ്ക്ക് എടുക്കുന്ന ഓരോരോ വീഡിയോ ക്ലിപ്പുകളാണ് ഇത്. ഇതാണ് തക്കുടു, നമ്മുടെ ബർത്ത്ഡേ ബോയ്. സെലിബ്രിറ്റീസിന്റെ ഒക്കെ ബഹളമാണ് ഈ വീട്ടിൽ. ഇത് നോക്കൂ, എല്ലാരും ഉണ്ടായിരുന്നു. ശരി എന്ന് ജിമ്മില് വന്നു. ഇതാണ് ഞങ്ങളുടെ ജിമ്മ് ഗൈസ്. ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇനി ഇങ്ങോട്ടാണ്. ചങ്ക് ബഡിയാണ് ഇവിടുത്തെ ജിം ബ്രോ. ലെഗ് ഡേ ആണ്. സെന്റെ കൂടെ ലെഗ് ചെയ്തത് ഇവനാണ് ഗൈസ്. ഷൂസ് എടുത്തോണ്ട് അകത്ത് കയറിയപ്പോ ദേ നമ്മുടെ ലുബിമോൾ. അങ്ങനെ പുള്ളിക്കാരി ചാറ്റ് തന്ന് അകത്തോട്ട് കയറിയപ്പോ ദേ നമ്മുടെ കോച്ച് അപ്പു. ഈ ആഴ്ച 2ാമത്തെ ലെഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ആപ്സ് ചെയ്യാനാണ് നമ്മുടെ അപ്പു പറഞ്ഞത്. ഇത് നമ്മുടെ ജിമ്മിലുള്ള വേറൊരു ആശാൻ, ഗ്രോ ക്ലബിലെ ബോക്സിംഗ് കോച്ചാണിത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സർ അല്ലേ? ഈ ടൈം കൊണ്ട് ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി ലെഗ് വർക്കൗട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, പാട്ടിട്ടിരിക്കുന്നത് കൊണ്ട്. സോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ആശാമാർക്ക് ടാറ്റയും കൊടുത്ത് ഞാൻ ഇറങ്ങി. ജിമ്മിന്റെ പരിപാടിയും കലാപരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. ഇനി പോയി ഫ്രഷ് ആയിട്ട് പ്രോട്ടീൻ ഷേക്കും എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം. ഫ്രഷൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡായിട്ടുണ്ട്. പിന്നെ കുറച്ചിന് വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും സമയം 12 ആയിട്ടുണ്ട്. അപ്പം ഇനി പഠിക്കാനിരിക്കാനാണെങ്കിൽ ഒരു മൂഡും ഇല്ല. സോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇപ്പം തീരുകയാണ്. ഇനി കുറച്ച് പരിപാടി കൂടെ ഉണ്ട്, വേറൊന്നുമല്ല, സ്കിൻ കെയർ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റ് ആവും. അപ്പം ഇതുവരെ വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതായിരിക്കും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴത്തേക്കും ബൈ.